ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു നാടൻ ചിക്കൻ കറിയാണ്. തട്ടുകട ചിക്കൻ കറി. അതെ, ഇതൊരു തട്ടുകട സ്റ്റൈൽ ചിക്കൻ കറിയാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ ഇത് എൻ്റെ ഇംഗ്ലീഷ് ചാനലിൽ ഒരുപാട് കാലം മുമ്പ് കിടക്കുന്ന വീഡിയോ ആണ്. കണ്ടാൽ അറിയാം ഇതിൻ്റെ എഡിറ്റിംഗ്, ഇത് പഴയ കാലത്തെ വീഡിയോ ആണെന്ന്. പക്ഷെ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. എന്തുകൊണ്ടാണത് മലയാളം ചാനലിൽ ഞാൻ ഇതുവരെ ഇടാത്തതെന്ന് എനിക്കറിയില്ല. അപ്പോൾ വേഗം നോക്കാം. അപ്പോൾ ഇതിനു വേണ്ടി 1 കിലോ ചിക്കൻ പീസസ് മീഡിയം സൈസ് കഴുകി വൃത്തിയാക്കി ഡ്രെയിൻ ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഓരോ ടേബിൾ സ്പൂൺ വീതം ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചത്. അപ്പോൾ ഈ റെസിപ്പിക്ക് ഫ്രഷ് ആയിട്ട് ചതച്ചെടുക്കുന്നതാണ് എപ്പോഴും നല്ലത്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉപയോഗിക്കുന്നതിന് പകരം. പിന്നെ 1 ടേബിൾ സ്പൂൺ വിനെഗറും ഉപ്പ് പാകത്തിന് 1 ടീസ്പൂണോളം ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം ഇത് മാത്രം ചേർത്തിട്ട് ഒരു 15 മിനിറ്റ് വെക്കുമായിരുന്നു. പിന്നെയാണ് സ്പൈസസ് ചേർത്തിരുന്നത്. പക്ഷെ ഇപ്പോൾ എല്ലാം ഒരുമിച്ച് തന്നെയാണ് ചേർക്കാറ്. അപ്പോൾ ഇതിൽ ഞാൻ ചേർക്കുന്ന സ്പൈസസ് 2 ടീസ്പൂൺ ചിക്കൻ മസാല. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഏതെങ്കിലും ഒരു ചിക്കൻ മസാല ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ മീറ്റ് മസാല ആയാലും കുഴപ്പമില്ല. ഇതിൻ്റെ കൂടെ 2 ടീസ്പൂൺ മുളക് പൊടി, അപ്പം കാശ്മീരി മുളക് പൊടി ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ നാടൻ കറി മസാലപ്പൊടി. എൻ്റെ നാടൻ കേരള ഗരം മസാല റെസിപ്പി ചെക്ക് ചെയ്യാം. ഇതെല്ലാം കൂടി പരട്ടിയിട്ട് ഏകദേശം 1 മണിക്കൂർ പരട്ടി വെക്കണം, അപ്പോഴാണ് ഇത് നന്നാവാറ്. ആ സമയത്ത് നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡിയാക്കാം. ഇഞ്ചി ചതച്ചത്, വെളുത്തുള്ളി ചതച്ചത്, കറിവേപ്പില, പിന്നെ ഒരുപാട് എരിവില്ലാത്ത പച്ചമുളക് അരിഞ്ഞത്, എല്ലാം 2 ടേബിൾ സ്പൂൺ വീതം. പിന്നെ 4 സവാള അരിഞ്ഞത്, 2 നല്ല പഴുത്ത വലിയ തക്കാളി ചോപ്പ് ചെയ്തത്. ഇപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. ചിക്കൻ 1 മണിക്കൂറായി മാരിനേറ്റ് ചെയ്യണം. അപ്പോൾ കറി ഉണ്ടാക്കാൻ തുടങ്ങാം. ഒരടുപ്പത്ത് എണ്ണ ചൂടാവുന്നു, ഒരടുപ്പത്ത് ഉരുളിക്കകത്ത് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ചൂടാവുന്നത്. വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം ഇതിലേക്ക് 1/4 ടീസ്പൂൺ കടുകും 1 നുള്ള് ഉലുവയിട്ട് പൊട്ടിക്കാം. ഇതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞ പച്ചമുളകും കറിവേപ്പിലയും എല്ലാം കൂടി ചേർത്ത് നല്ല ഹൈ ഫ്ലെയിമിൽ ഒന്ന് വഴച്ചെടുക്കാം. കളറൊന്നും മാറാൻ പാടില്ല. എന്നിട്ട് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. സവാള ചേർത്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ടൈമർ വെക്കണം. എന്നിട്ട് ഇത് ഇളക്കിക്കൊണ്ടിരിക്കണം ഇടയ്ക്കിടയ്ക്ക്, ഒരുപാട് നേരം ഇളക്കാണ്ടിരിക്കരുത്. അങ്ങനെ അത് ചുരുങ്ങി നല്ലൊരു കളറായി വരും. തീരെ കറുത്ത് പോവാണ്ട് നന്നായിട്ട് വോളിയൂം റിഡ്യൂസ് ചെയ്തിട്ട് നല്ലൊരു ചുമന്ന കളറായി വരും. അപ്പോൾ മറ്റേ അടുപ്പത്ത് നമുക്ക് മാരിനേറ്റ് ചെയ്ത് ചിക്കൻ ഫ്രൈ ചെയ്ത് തുടങ്ങാം. അപ്പോൾ മുമ്പ് ഞാൻ ഇങ്ങനത്തെ ചീനച്ചട്ടിയിൽ ചെറിയ ബാച്ചസ് ആയിട്ടായിരുന്നു ചെയ്യുന്നത്. ഇപ്പോഴൊക്കെ കുറച്ചും കൂടി വലിയൊരു നോൺ സ്റ്റിക്ക് പാനിൽ എണ്ണ ഒഴിച്ചിട്ട് 1-2 ബാച്ച് ആയിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കാറ്. ഇങ്ങനെ ചെയ്യുമ്പോൾ എണ്ണയും ശരിക്കും കുറവാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ക്ലിപ്പ് കാണിച്ചു തന്നതാണ്. അപ്പോൾ സവാള നന്നായി വഴറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട് മറ്റേ അടുപ്പത്ത്. അത് എപ്പോഴും ശ്രദ്ധിക്കണം. ചിക്കൻ അപ്പുറത്ത് പൊരിക്കുമ്പോൾ ഇത് ശ്രദ്ധിക്കാണ്ടിരിക്കരുത്. കുറച്ച് നേരം ഇളക്കാണ്ടിരുന്നാൽ അടി പിടിച്ച ഒരു കളർ വരും. അപ്പോൾ അതില്ലാണ്ട് നോക്കണം. പിന്നെ ചിക്കൻ നമ്മൾ ഫ്രൈ ചെയ്യണത് അത് ഫുള്ളായിട്ട് ഫ്രൈ ചെയ്യണ പരിവാവരുത്. വെറുതെ ഒരു ഗോൾഡൻ ബ്രൗൺ ക്രസ്റ്റ്, ഉള്ളിലേക്ക് ഫുള്ളായിട്ട് വെന്തിട്ടുണ്ടാവില്ല. ആ ഒരു രീതിയിലാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് ഷാലോ ഫ്രൈ ചെയ്ത് വലിയ പാനിൽ സുഖമായിട്ട് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ മുഴുവൻ വെന്തിട്ടില്ല കേട്ടോ, വെറുതെ ആ കളർ കിട്ടാൻ വേണ്ടി മാത്രം ഫ്രൈ ചെയ്യണം. കാരണം കറി കിടന്നിട്ട് ഇനിയും വേവാനുള്ളതാണല്ലോ. അപ്പോൾ ഇപ്പോഴൊക്കെ ചെയ്യുന്നത് ഞാൻ എങ്ങനെയാണ്, ഇതുപോലത്തെ ഒരു വലിയ പാനും ഇതുപോലത്തെ ഒരു വലിയ ഉരുളി. അപ്പോൾ സവാള കണ്ടില്ലേ, വഴണ്ട് നന്നായി ചുരുങ്ങി വന്നിട്ടുണ്ട്. അതിനുശേഷം അതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ഈ സമയത്ത് തീ കുറച്ച് കൂട്ടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ആ തക്കാളി ഒന്ന് വെന്തുടയണം. ആ തീ കൂട്ടി വെച്ച് അത് വെന്തുടയുമ്പോൾ ടേസ്റ്റ് ഒന്നും കൂടി കൂടും. ഇതൊന്ന് ഉടഞ്ഞ് വരുന്ന വരെയും ഇങ്ങനെ ചെയ്യാം. എന്നിട്ട് തീ കുറച്ച് വെക്കാം കേട്ടോ. ഇപ്പോൾ തക്കാളി കുക്ക് ചെയ്യാൻ സമയത്ത് ഒരു ചെറിയ ബോളിലേക്ക് കുറച്ച് സ്പൈസസ് ഇട്ടിരുന്നു. 2.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, അല്ലെങ്കിൽ 2 കുറച്ച് കൂടുതൽ ചേർക്കാം കേട്ടോ. പിന്നെ 2 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടി. ഇതെല്ലാം കൂടി ചേർത്ത് കുറച്ച് വെള്ളം, ആവശ്യത്തിന് വെള്ളം, ഇതൊരു നല്ല നനഞ്ഞൊരു പേസ്റ്റ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇളക്കി ഇതുപോലെ ഒരു നനഞ്ഞ പേസ്റ്റ്. ഈ പേസ്റ്റ് ഈ വഴറ്റിയ സവാളയിലേക്ക് ഇട്ടിട്ട് നമുക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഈ സമയത്ത് ഫ്ലെയിം നന്നായി കുറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. തീരെ അടി പിടിക്കരുത് സ്പൈസസ്. നമുക്ക് ആ ബൗളിൽ കുറച്ച് വെള്ളം ചേർത്ത് അതും ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതൊന്ന് കുക്ക് ചെയ്ത് ആ എണ്ണ ഒന്ന് തെളിഞ്ഞ് വരുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. എണ്ണ തെളിഞ്ഞതിന് ശേഷം ഇതിലേക്ക് 2 കപ്പ്
തിളച്ച വെള്ളം, ചൂടുള്ള വെള്ളമാണ് കേട്ടോ ചേർക്കുന്നത്. അതിൻ്റെ ഒപ്പം ഉപ്പും പാകത്തിന് ചേർക്കുന്നുണ്ട്. 1.5 മുതൽ 2 ടീസ്പൂൺ വരെ ഉപ്പാവാം. ആദ്യം 1 ടീസ്പൂൺ ഇട്ട് നോക്കാം കേട്ടോ, എന്നിട്ട് വേണമെങ്കിൽ ചേർത്താൽ മതി. ഇതിലേക്ക് ഇനി ആ പകുതി ഫ്രൈ ചെയ്ത ചിക്കനെല്ലാം ഇട്ട് കൊടുത്ത് എല്ലാ പീസസും ഇട്ട് കൊടുക്കാം. പതുക്കനൊന്ന് ഇളക്കി കൊടുക്കാം, ആ കറിയിൽ ഒന്ന് മുങ്ങിക്കിടക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ടൈറ്റായിട്ട് മൂടി വെച്ച് ചെറിയ തീയിൽ 10 മിനിറ്റ് കുക്ക് ചെയ്യണം, വേവാനുള്ളത്ര സമയം. ഇപ്പോൾ കൂടുതൽ വേവുള്ള ചിക്കൻ ആണെങ്കിൽ കുറച്ച് കൂടുതൽ നേരം കൂടുതൽ വെള്ളവും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യം ഉണ്ടാവും, അറിയാലോ. 10 മിനിറ്റിന് ശേഷം ഇത് തുറന്ന് നോക്കുമ്പോൾ ഭയങ്കര നല്ലൊരു മണമാണ് ആ സമയത്ത്. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ഞാൻ ചേർക്കാറ്. മുമ്പൊക്കെ മല്ലിയില ചേർക്കുമായിരുന്നു, അതാണ് ഈ കാണുന്നത്. പക്ഷേ ഇപ്പോഴൊന്നും ഈ കറിയിൽ ഞാൻ മല്ലിയില ഇടാറില്ല, കുരുമുളക് മാത്രം ഇട്ടിട്ട് ഒന്ന് ഇളക്കി. പിന്നെ ഇത് ഒന്ന് തിളച്ചതിന് ശേഷം ഇത് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. എന്നിട്ട് ഇത് മൂടി ഒരു 30 മിനിറ്റ് എങ്കിലും വെക്കണം. ഒരു അരമണിക്കൂർ വെച്ചാലേ അതിൻ്റെ ടേസ്റ്റ് നന്നായിട്ട് അങ്ങോട്ട് പിടിക്കുള്ളൂ. അത് കഴിഞ്ഞിട്ട് വിളമ്പിയാൽ മതി കേട്ടോ, കുറച്ച് പേഷ്യൻസ് വേണം. അങ്ങനെ കുറച്ച് നേരം വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കളറും നന്നായിട്ട് കൂടും, ഒരു റെഡ് കളറായിട്ട് മാറും, അതിൻ്റെ ടേസ്റ്റും നന്നായിട്ട് കൂടും. അപ്പോൾ ഈ ഒരു തട്ടുകട സ്റ്റൈൽ ചിക്കൻ കറി നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ ഫീഡ്ബാക്ക് അറിയിക്കുക, ഫോട്ടോസ് അയയ്ക്കുക. അടുത്ത പ്രാവശ്യം നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ബൈ ഫ്രം ഷാന. തട്ടുകട ചിക്കൻ കറി.